ഹായ് ഫിഷ് ഡോക്ടേഴ്സ്. അപ്പോൾ നീറ്റ് സിലബസ് അപ്ഡേഷൻ വന്നിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് നിങ്ങളോട് കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ ഞങ്ങൾ വന്ന് പറഞ്ഞു തന്നിരുന്നു. സോ ഇപ്പോൾ ഞങ്ങൾ എല്ലാവരും വന്നിരിക്കുന്നത് ഓരോ സബ്ജക്റ്റിലും ഇൻഡിവിജ്വൽ സബ്ജക്ട്സിൽ എങ്ങനെ പഠിക്കണം, എന്തൊക്കെ മാറ്റങ്ങളാണ് സിലബസിലുള്ളത്, അതോ മാറ്റങ്ങൾ ഉണ്ടോ ഇല്ലയോ, ഇതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലാരിറ്റി, അതായത് സബ്ജക്ട് എക്സ്പേർട്സ് പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു ആശ്വാസം ഉണ്ടാവുമല്ലോ. സോ അതൊന്ന് പറഞ്ഞു തരാനാണ് വന്നത്. സോ നമ്മളുടെ എക്സ്പേർട്ട് നീറ്റ് പാനൽ ഇവിടെ നമ്മളുടെ കൂടെ ഉണ്ട്. സോ ഐ എം ഹാൻഡിങ് ഓവർ ദ സെഷൻ ടു FM സർ. നമ്മൾക്ക് ഫിസിക്സിനെ എങ്ങനെ പഠിക്കണം ആൻഡ് എന്തൊക്കെ മാറ്റങ്ങളാണ് സിലബസിൽ സാറ് ഒബ്സർവ് ചെയ്തിട്ടുള്ളത്, അത് നമുക്ക് സാറ് പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഫിസിക്സിൽ ആദ്യമായിട്ട് പറയാനുള്ള പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫിസിക്സിൽ വേർഡ് ബൈ വേർഡ് 2024 അതേ സിലബസ് തന്നെയാണ് 2025 ഇപ്പോൾ പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഇതാണ് ആദ്യത്തെ പോയിന്റ്. പിന്നെ സിലബസിലൂടെ നമ്മൾ പോകുന്ന സമയത്ത് നമ്മൾ പല കാര്യങ്ങളും ശ്രദ്ധിക്കണം. അപ്പോൾ അതിൽ എനിക്ക് പറയാനുള്ള ഒരു പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മക്കൾ പുതിയ NCERT ടെക്സ്റ്റ് ബുക്കിൽ എന്താണോ ഉള്ളത് അതെന്തായാലും നമ്മൾ കവർ ചെയ്യണം. പക്ഷെ ടെക്സ്റ്റ് ബുക്ക് അല്ല നമ്മുടെ സിലബസ് നമുക്ക് വേറെ സെപ്പറേറ്റ് തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ടെക്സ്റ്റ് ബുക്കിൽ ഇല്ലാത്ത പലതും നിങ്ങൾക്ക് ഫിസിക്സിന്റെ സിലബസിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. പക്ഷെ ടെക്സ്റ്റ് ബുക്കിൽ ഉള്ളത് എന്തായാലും നമ്മൾ കവർ ചെയ്യണം. പുറമെ ടെക്സ്റ്റ് ബുക്കിൽ ഇല്ലാത്ത സിലബസിൽ പറഞ്ഞത് കവർ ചെയ്യണം. ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ നമുക്ക് റേഡിയോ ആക്ടിവിറ്റി, നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ പുതിയ NCERT ടെക്സ്റ്റ് ബുക്കിൽ റേഡിയോ ആക്ടിവിറ്റി എന്നുള്ളൊരു ടൈറ്റിൽ ഉണ്ട്. പക്ഷേ റേഡിയോ ആക്ടിവിറ്റിയുടെ മേജർ പോർഷനൊക്കെ നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട്, പുതിയ ടെക്സ്റ്റ് ബുക്കിൽ ഇല്ല. നമ്മുടെ സിലബസിൽ റേഡിയോ ആക്ടിവിറ്റി ഇല്ലപ്പോൾ. പക്ഷേ റേഡിയോ ആക്ടിവിറ്റിയിൽ ടെക്സ്റ്റ് ബുക്കിലുള്ള ആൽഫ DK, ബീറ്റ DK, ഗാമ DK ഇത് നമ്മൾ നിർബന്ധമായിട്ട് പഠിക്കണം. കാരണം കഴിഞ്ഞ വർഷം അതില്ല, പക്ഷേ കഴിഞ്ഞ വർഷം എക്സാമിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞിരുന്നത് ടെക്സ്റ്റ് ബുക്കിൽ എന്തുണ്ടോ അത് നിർബന്ധമായിട്ടും നിങ്ങൾ പഠിക്കണം. സിലബസിൽ എന്തുണ്ടോ അത് കംപ്ലീറ്റ് എന്തായാലും അതും കവർ ചെയ്യണം. ഇനി അതിനൊരു എക്സാമ്പിൾ കൂടെ ഞാൻ പറയാം. അതായത് ഇപ്പോൾ ബ്രൂസ്റ്റേഴ്സ് ലോ, പുതിയ NCERT ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് ബ്രൂസ്റ്റേഴ്സ് ലോ ഇല്ല. പക്ഷേ നിങ്ങൾക്ക് പുതിയ സിലബസിൽ വന്നപ്പോൾ അതിൽ ബ്രൂസ്റ്റേഴ്സ് ലോ ഉണ്ട്, പോളറൈസേഷൻ ബ്രൂസ്റ്റേഴ്സ് ലോ അതിലുണ്ട്. അപ്പോൾ ഇൻ ഷോർട്ട്, NCERT ടെക്സ്റ്റ് ബുക്കിൽ ഉള്ള കാര്യങ്ങൾ ഏതെങ്കിലും നമ്മുടെ സിലബസിൽ ഇല്ലെങ്കിലും നിങ്ങൾ ഫിസിക്സിൽ അതെന്തായാലും പഠിച്ചിരിക്കണം. അങ്ങനെ കൂടുതലൊന്നുമില്ല. ഓക്കെ. അതുപോലെ തന്നെ പിന്നെ സെമി കണ്ടക്ടേഴ്സിലേക്ക് വരുമ്പോഴും ഒരുപാട് എക്സാമ്പിൾസ് പറയാനുണ്ട്, അത് ഞാൻ പറയാം. കാരണം ഒരു ഓൾ ടുഗദർ ഒരു ബേസിക് ഐഡിയ എല്ലാ സബ്ജക്റ്റിനെ കുറിച്ചും കിട്ടിയിട്ട് അല്ലേ ശ്രുതി മിസ്, എന്നിട്ട് ഞാൻ കൂടുതൽ അതിനെ കുറിച്ച് സംസാരിക്കാം. അപ്പോൾ നമുക്ക് എന്നാലും ഇനി സുവോളജിയിലേക്ക് പോകാം. ആതിര മിസ്സിനോട് ചോദിക്കാം. സുവോളജിയും ആസ് സച്ച് ലൈക്ക് 2024 നമ്മൾ കണ്ട അതേ സിലബസ് അതേപോലെ കോപ്പീഡാണ് 2025 സിലബസ്. അപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവുന്ന പിന്നെയും കുട്ടികളുടെ ക്ലാസ്സിലൊക്കെ ചോദിച്ചു തുടങ്ങുന്ന ഒരു സംശയമുണ്ട്, സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ഇൻ ഓർഗാനിസത്തിൽ മിസ് ഫ്രോഗ് ആണോ ഇൻസെക്റ്റ് ആണോ പഠിക്കാനുള്ളത്? എഗെയിൻ കഴിഞ്ഞ പ്രാവശ്യം സിലബസിൽ വന്ന പോലെ ഇൻസെക്റ്റ് എന്ന് എഴുതിയിട്ട് അതിൻ്റെ ബ്രാക്കറ്റിൽ ഫ്രോഗ് എന്ന് കൊടുത്തിട്ടുണ്ട്. സോ ബേസിക്കലി നിങ്ങൾ സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ പഠിക്കുമ്പോൾ നിങ്ങൾ ടിഷ്യൂ, അത് കോപ്പി പേസ്റ്റ് തന്നെയാണ്, ടിഷ്യൂവും പഠിക്കണം, നിങ്ങൾ ഇൻസെക്റ്റായ കോക്രോച്ചും പഠിക്കണം, ഓഫ് കോഴ്സ് അതിൻ്റെ കൂടെ തന്നെ ഫ്രോഗും പഠിക്കണം. ഇത് അതേപോലെ കഴിഞ്ഞ പ്രാവശ്യം വന്ന മിസ്റ്റേക്കാണ്, ഒരുപാട് പ്രാവശ്യം ഇത് ഡിസ്കസ് ചെയ്തതാണ്, അതേപോലെ തന്നെ ഈ വർഷവും വന്നിട്ടുണ്ട് സിലബസ് വന്നപ്പോൾ. ഇവിടെ കുട്ടികൾക്ക് കൺഫ്യൂഷൻ വരുന്ന ഒരു പോയിന്റ് പറയാം. ലിവിങ് വേൾഡ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ പുതിയ NCERTയിൽ വാട്ട് ഈസ് ലിവിങ് എന്ന് പറയുന്ന ഇനിഷ്യൽ പോർഷൻ ഡിലീറ്റഡ് ആണ്. എന്ന് പറഞ്ഞാൽ പുതിയ NCERTയിൽ ഇല്ല. എന്നാൽ നമ്മുടെ സിലബസിൽ വാട്ട് ഈസ് ലിവിങ് അവിടെ തന്നെ ഉണ്ട്. സോ ജസ്റ്റ് ലൈക്ക് ദ 2024 സിലബസ് ചേഞ്ച് ചെയ്തിട്ടില്ല, പക്ഷേ ന്യൂ NCERTയിൽ വാട്ട് ഈസ് ലിവിങ് ഇല്ല. അപ്പോൾ NCERTയിൽ അത് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓൾഡ് NCERT വെച്ച് വാട്ട് ഈസ് ലിവിങ് പഠിക്കുക തന്നെ വേണം. അതുപോലെ ഒരു ഡിഫറൻസ് ഉള്ള ചാപ്റ്റർ പിന്നെ നമുക്ക് ആകെ ഉണ്ടായിരുന്നത് എവല്യൂഷൻ ആണ്. കഴിഞ്ഞ കൊല്ലം ഉള്ള പോലെ തന്നെ ഒരു അഡിഷൻ വന്നിട്ടുള്ളത് മോഡേൺ സിന്തറ്റിക് തിയറി ഓഫ് എവല്യൂഷൻ ആണ്. ഇത് നമ്മുടെ NCERTയിൽ ഇല്ല, എന്നാൽ ഇത് നമുക്ക് സിലബസിൽ ആഡഡ് ആണ്. അപ്പോൾ നമ്മുടെ സൈലത്തിൻ്റെ ക്ലാസ്സസിലൊക്കെ നമ്മൾ മോഡേൺ സിന്തറ്റിക് തിയറി സ്ലൈഡ്സിൽ ആഡ് ചെയ്ത് കഴിഞ്ഞ കൊല്ലം തന്നെ അത് കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ഈ കൊല്ലം എവല്യൂഷൻ കവർ ചെയ്തപ്പോഴും മോഡേൺ സിന്തറ്റിക് തിയറി കവർ ചെയ്തുകൊണ്ട് തന്നെയാണ് നമ്മളത് പോയിട്ടുള്ളത്. സോ യു ഡോണ്ട് ഹാവ് ടു ആക്ച്വലി വെറി അബൌട്ട് ഇറ്റ്. ബട്ട് അത് ഈ കൊല്ലവും ഉണ്ട്, എന്നാൽ NCERTയിൽ ഇല്ല. ശ്രദ്ധിക്കേണ്ട കുറച്ച് പോയിന്റുകൾ ഇതാണ്. ബാക്കി ദർ ഇസ് നോ ഡിഫറൻസ് ഫ്രം 2024 to 2025. അപ്പോൾ നമുക്കിനി കെമിസ്ട്രിയിലെ കാര്യങ്ങൾ ചോദിക്കാം. നമ്മുടെ SD സർ പറഞ്ഞു തരുന്നതായിരിക്കും. കെമിസ്ട്രി ആക്ച്വലി ഇപ്പോൾ ആൾറെഡി രണ്ടുപേര് പറഞ്ഞ പോലെ തന്നെ വലിയൊരു മാറ്റമൊന്നുമില്ല. അതായത് 2024 സിലബസ് അതേപോലെ ഇങ്ങോട്ട് കോപ്പി പേസ്റ്റ് ചെയ്ത് വെച്ച ഒരു സംഗതി എന്നുള്ളതല്ലാതെ വേറെ പ്രത്യേകിച്ച് യാതൊരു മാറ്റമില്ല. അതിൽ പക്ഷേ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങളുണ്ട്. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, നമ്മൾ നോർമലി നമ്മൾ പറയാം NCERT നമ്മൾ മുഴുവനായിട്ട് വായിക്കണം എന്നാണല്ലോ പറയാം. പക്ഷെ നമ്മുടെ സിലബസിൽ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു, NCERT വായിച്ചാലും കാണാത്ത രണ്ട് ടോപ്പിക്സ് സിലബസിലുണ്ട്, നീറ്റിന്റെ സിലബസിലുണ്ട്. അതിലൊന്നൊരു കുഞ്ഞു ടോപ്പിക്കാണ്
നമ്മൾ കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്കുലർ സ്ട്രക്ചർ എന്നുള്ള ചാപ്റ്റർ പറയുന്ന സമയത്ത് അതിൽ മെറ്റാലിക് ബോണ്ടിങ്ങിന്റെ ബേസിക് ഐഡിയ NCERT എവിടെയും നിങ്ങൾ കാണില്ല. പക്ഷെ അത് നീറ്റ് 2024 സിലബസിലുണ്ടായിരുന്നു, നീറ്റ് 2025 സിലബസിലുണ്ടായിരുന്നു. ഓക്കെ, പക്ഷെ ആ ടോപ്പിക്കിൽ നിന്ന് 2024 ചോദ്യങ്ങളൊന്നും വന്നില്ല. 2025 വേണമെങ്കിൽ അതിൽ നിന്ന് ചോദിക്കാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ അത് സ്കിപ്പ് ചെയ്യരുത്. അപ്പോൾ ക്ലാസ്സുകളിൽ കൃത്യമായിട്ട് ആൾറെഡി ആതിര മിസ് പറഞ്ഞ പോലെ തന്നെ ക്ലാസ്സുകളിൽ അത് കൃത്യമായിട്ട് നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അത് മറക്കരുത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അനാലിറ്റിക്കൽ കെമിസ്ട്രിയാണ്. +1 ബോർഡ് എക്സാമിന് അവർ ചെയ്യുന്ന പ്രാക്ടിക്കൽസിന്റെ എല്ലാം തിയറി നമുക്ക് അനാലിറ്റിക്കൽ കെമിസ്ട്രി എന്ന പേരിൽ പഠിക്കാനുണ്ട്. അത് ആദ്യമായി കഴിഞ്ഞ വർഷത്തെ നീറ്റിന്റെ സിലബസിലാണ് ഇൻക്ലൂഡ് ചെയ്തത്. അത് ഈ വർഷവും അതേപോലെ നിലനിർത്തിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു, ഈ വർഷം അതിൽ നിന്ന് എന്തായാലും ചോദ്യങ്ങൾ ഉണ്ടാവും. ഒരിക്കലും സ്കിപ്പ് ചെയ്ത്, കാരണം പലപ്പോഴും പഠിപ്പിക്കുന്ന സമയത്ത് അത് സ്കിപ്പ് ചെയ്തോട്ടെയോ എന്ന് ചോദിക്കുന്നുണ്ട് കുറേ ആളുകൾ. പക്ഷെ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്, കാരണം നമ്മൾ എയിം ചെയ്യുന്നത് എപ്പോഴും ഫുൾ മാർക്കാണ്. 720 ഔട്ട് ഓഫ് 720 നമ്മൾ എയിം ചെയ്യുന്ന ഒരു സമയത്ത് അനാലിറ്റിക്കൽ കെമിസ്ട്രി നിങ്ങൾ സ്കിപ്പ് ചെയ്യുക എന്ന് പറയുന്നത് അത്ര ശരിയായ ഒരു നടപടിയല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ചോദ്യങ്ങൾ വരുന്ന ഒരു ടോപ്പിക്കാണ്. അതും ക്ലാസ്സിൽ വളരെ കൃത്യമായി, ഇപ്പോൾ നമ്മളിപ്പോൾ അനാലിറ്റിക്കൽ കെമിസ്ട്രിയുടെ ക്ലാസ്സുകളാണ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ അതിൻ്റെ ക്ലാസ് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ വരുന്നത്. അപ്പോൾ എന്തായാലും വളരെ ഡീറ്റെയിൽ ആയിട്ട് ആ ടോപ്പിക്കുകളെല്ലാം ക്ലാസ് റൂമിൽ പറയുന്നുണ്ട്. അപ്പോൾ ആ കാര്യങ്ങൾ മറക്കരുത്. ഈ 2 കാര്യങ്ങൾ മാത്രമാണ് NCERT വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നീറ്റിന്റെ സിലബസിൽ മാത്രം കാണാൻ കഴിയുന്ന 2 ടോപ്പിക്കുകൾ ഉള്ളത്. സോ നമുക്ക് എനിക്ക് തോന്നുന്നു ഇനി ബോട്ടണിയാണ് ബാക്കിയുള്ളത് അല്ലേ? നമുക്ക് ശ്രുതി മാമിലേക്ക് തിരിച്ചു പോകാനാണ് എനിക്ക് തോന്നുന്നത്. സോ ആസ് ഓൾ ഓഫ് ദം സെഡ്, നമുക്ക് ബോട്ടണി സിലബസിലും കാര്യമായ മാറ്റങ്ങളൊന്നുമില്ല. സെയിം സിലബസ്, ലാസ്റ്റ് ഇയർത്തെ അതേ സിലബസ് ആണ് നമ്മൾ ഈ വർഷവും ഫോളോ ചെയ്യുന്നത്. കഴിഞ്ഞ വർഷം ഇതേപോലെ സിലബസിൽ മാറ്റം വന്നപ്പോൾ നമ്മുടെ സിലബസിൽ ബോട്ടണിയിൽ എല്ലാവർക്കും ടെൻഷൻ വന്ന ഒരു ഭാഗമായിരുന്നു. നമ്മുടെ മോർഫോളജി ചാപ്റ്ററിൽ 4 പുതിയ പ്ലാന്റ് ഫാമിലീസ് ആഡ് ചെയ്തു. അത് ഇതുവരെ അവർ പഠിച്ചിട്ടില്ലാത്ത, അവർക്ക് യാതൊരു ബന്ധവും ഇല്ലാത്ത 4 ഫാമിലീസ് ആയിരുന്നു. അപ്പോൾ ആ ഫാമിലീസിനെ ഓർത്ത് അതിൽ എന്ത് പഠിക്കണം, ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരും എന്നൊക്കെ ഓർത്ത് നല്ല കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ വർഷം അതിനെക്കുറിച്ച് ക്വസ്റ്റ്യൻസ് ഒന്നും വന്നിട്ടില്ല. ആ ഭാഗത്ത് സിലബസിലുണ്ട്, ടെക്സ്റ്റ് ബുക്കിൽ ഇല്ല എന്നാണോ? ടെക്സ്റ്റ് ബുക്കിൽ ഇല്ല, NCERT ഇല്ല, സിലബസിലുണ്ട്. ഈ വർഷവും ഉണ്ട്. 4 പുതിയ ഫാമിലീസ് ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് നമുക്കറിയാം മാൽവേസിയെ, ക്രൂസിഫെറെ, കോമ്പോസിറ്റെ, ഗ്രാമിനെ, 4 ഫാമിലി. ലെഗ്യുമിനോസെ ഓൾറെഡി ഉള്ളതായിരുന്നു. നമുക്ക് ഓൾറെഡി ഉണ്ടായിരുന്ന നമ്മുടെ ലിലിയേസിയെയും അതേപോലെ സോളനേസിനെയും റിമൂവ് ചെയ്തിട്ട് ലെഗ്യുമിനോസെ, അതായത് ഫേബേസിയനെ നിർത്തി ബാക്കി 4 ഫാമിലീസിനെ ആഡ് ചെയ്തിട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഫാമിലീസിനെ കുറിച്ച് ക്വസ്റ്റ്യൻ വരുമോ നിങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യം ഭയങ്കര ടെൻഷൻ ആയിരുന്നു, പക്ഷെ വന്നിട്ടില്ല. സോ വാട്ട് ഐ ഫീൽ ഇസ്, ഈ വർഷം ഇത് ആഡ് ചെയ്തിരിക്കുന്നത് കൊണ്ടും അത് അവർ സിലബസ് ഈ പ്രാവശ്യം അതിന് മാറ്റങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ടും മേ ബി വി ക്യാൻ എക്സ്പെക്ട് ക്വസ്റ്റ്യൻസ് ഫ്രം ദീസ് ഫാമിലി. അപ്പോ ഇത് നമ്മുടെ ബാച്ചസിൽ നിങ്ങളെ പഠിപ്പിച്ചപ്പോൾ ധീരയിലാകട്ടെ, ഫിനിക്സിലാകട്ടെ, ഇപ്പം XPL-ലാകട്ടെ, ഫാസ്റ്റ് ട്രാക്കിലെ എല്ലാ ബാച്ചസിലും നമ്മൾ ഈ ഫാമിലീസ് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഡീൽ ചെയ്യുന്നുണ്ട്. എല്ലാം നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അതൊന്ന് പഠിച്ചു പോവുക. ഡോണ്ട് ഇഗ്നോർ ദാറ്റ്. കാരണം ഇത്രയും കാര്യമായിട്ട് അവർ ഈ വർഷവും ഇത് റിപ്പീറ്റ് ചെയ്ത് തന്നിട്ടുള്ളത് കൊണ്ട് മേ ബി വി ക്യാൻ എക്സ്പെക്ട് ക്വസ്റ്റ്യൻസ് ഫ്രം ദാറ്റ് പാർട്ട്. പിന്നെ അനാറ്റമി ചാപ്റ്ററിൽ ടിഷ്യൂസിന്റെ ഒരു ഭാഗമുണ്ട്. സോ ടിഷ്യൂസ് ജസ്റ്റ് മെൻഷൻ ചെയ്തിട്ട് പിന്നെ ബാക്കി ചാപ്റ്ററിൽ കൊടുത്തിരിക്കുന്നത് അനാറ്റമി ആൻഡ് ഫങ്ഷൻസ് ഓഫ് ഡിഫറെന്റ് പാർട്സ് ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് അങ്ങനെ പോവാണ്. അപ്പോൾ മക്കൊരു സംശയം ഉണ്ടായിരുന്നു, ടിഷ്യൂസ് പഠിക്കണോ, അതായത് ടൈപ്സ് ഓഫ് ടിഷ്യൂസ് പഠിക്കണോ എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു. പക്ഷേ വാട്ട് ഐ സജസ്റ്റ് ഇസ്, ബിക്കോസ് അത് പഠിച്ചിട്ട് പോകുന്നത് തന്നെയാണ് നല്ലത്. മേ ബി NCERT-യിൽ നിങ്ങൾ അത് കുറച്ച് ഭാഗങ്ങൾ റിമൂവ് ചെയ്തിട്ടായിട്ട് കാണുന്നുണ്ടാകും. പക്ഷെ പ്ലീസ് സ്റ്റിക്ക് ടു ദ നീറ്റ് സിലബസ് വിച്ച് ഇസ് റിലീസ്ഡ്. പ്ലാൻ ഫോർ ദ വേഴ്സ്റ്റ്. യെസ്, പ്ലാൻ ഫോർ ദ വേഴ്സ്റ്റ്. അപ്പോൾ ടിഷ്യൂസ് നമ്മൾ ഇഗ്നോർ ചെയ്യരുത്, അത് പഠിച്ചിട്ട് പോകുന്നതാണ് നല്ലത്. അതേപോലെ നിങ്ങൾക്കറിയാം പ്ലാന്റ് ഗ്രോത്ത് ചാപ്റ്ററിൽ നോക്കുമ്പോൾ ലാസ്റ്റ് പാർട്ടിലുള്ള വെർണലൈസേഷൻ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഇപ്രാവശ്യവും ഇല്ല. സോ ഓവറോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് എ സെയിം സിലബസ്. പക്ഷേ നമ്മൾ ഇഗ്നോർ ചെയ്ത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കാതിരുന്ന ഈ ഫാമിലീസ് ഈ പ്രാവശ്യം പഠിച്ചിട്ട് പോകുന്നതായിരിക്കും നല്ലത്. പിന്നെ നമ്മളുടെ ഈ മോർഫോളജിയിൽ തന്നെ പ്രാക്ടിക്കൽ സിലബസ് ആയിട്ട് ഡെൽറ്റ് ചെയ്ത് പഠിക്കേണ്ട റൂട്ട്, സ്റ്റെം, ഇതിന്റെ ലീഫിന്റെ ഭാഗമൊക്കെ ബോത്ത് അനാറ്റമി ആൻഡ് മോർഫോളജി ഐ വിൽ സജസ്റ്റ് രണ്ടും നിങ്ങൾ പ്രാക്ടിക്കൽ സിലബസും കൂടി നോക്കി പോകുന്നതായിരിക്കും നല്ലത്. കാരണം അവിടെ കൊടുത്തിരിക്കുന്ന പോയിന്റ്സ് ആ ഡയഗ്രാം ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരാനുള്ള പോസിബിലിറ്റീസ് ഈ വർഷം ഉണ്ട്. സോ ബേസിക്കലി അതാണ് ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുണ്ടായിരുന്നത്. ബിക്കോസ് വി ഫെൽറ്റ് നിങ്ങളെ പഠിപ്പിക്കുന്ന നിങ്ങളുടെ ടീച്ചേഴ്സ് തന്നെ വന്ന് പറയുമ്പം മേ ബി യു വിൽ ഫീൽ മച്ച് ബെറ്റർ എന്ന് ഞങ്ങൾക്ക് തോന്നി. സോ അപ്പൊ അതില് പിന്നെ ഇപ്പൊ എനിക്ക് അത് കേട്ട സമയത്ത് തോന്നിയത് എല്ലാ ഫിസിക്സ് ആണെങ്കിലും കെമിസ്ട്രി ആണെങ്കിലും സോളജിയിലും ബോട്ടണിയിലും ഒക്കെ അവര് സിലബസിലുള്ളതും NCERT ടെക്സ്റ്റ് ബുക്കിലുള്ളതും രണ്ടും കവർ ചെയ്യണം അല്ലെ? കെമിസ്ട്രിയിൽ ഇപ്പൊ സാറ് പറഞ്ഞു, അത് സോളജിയിലും അങ്ങനെ തന്നെയാണ്. കാരണം ന്യൂ NCERT വന്നപ്പോൾ ഓൾറെഡി ഡൈജസ്റ്റീവ് സിസ്റ്റം ഒക്കെ അതിന് മാറ്റിയിട്ടുണ്ട്. ആൻഡ് ഡൈജസ്റ്റീവ് സിസ്റ്റം കഴിഞ്ഞ വർഷം തന്നെ നമ്മുടെ നീറ്റ് സിലബസിൽ നിന്ന് റിമൂവ് ചെയ്ത ചാപ്റ്റർ ആണ്. അപ്പോൾ റിമൂവ് ചെയ്ത ചാപ്റ്റർ പിന്നെ പഠിക്കണമെന്നുള്ളൊരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് വേണ്ട. പക്ഷേ വാട്ട് എവർ ഇസ് ഇൻ ദ സിലബസ് അത് NCERT-ൽ ഇല്ലെങ്കിൽ അത് നമ്മളിപ്പോൾ നോട്ട് ചെയ്ത് അത് നമ്മൾ പഠിച്ചേ പറ്റുള്ളൂ.
അതില് പിന്നെ ഇപ്പൊ മുമ്പൊക്കെ നമ്മൾ പറയാറുണ്ട് നീറ്റിന്റെ സിലബസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ NCERT NCERT ആണ് stick to അങ്ങനെ NCERT. ഇപ്പൊ പറയാൻ പറ്റില്ല. അതിൽ ഒരു എക്സാമ്പിൾ കൂടെ ഞാൻ പറയാം. ഇപ്പോ സെമി കണ്ടക്ടർ ഇലക്ട്രോണിക്സ് എന്നുള്ള ഫിസിക്സിലെ ചാപ്റ്റർ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ നീറ്റ് സിലബസിൽ നോക്കിക്കഴിയുമ്പോൾ വലിയൊരു ഭാഗമുണ്ട് അതില്. അതിൽ ഫോട്ടോ ഡയോഡ്, സോളാർ സെല്ല്, നമ്മുടെ വളരെ പ്രധാനപ്പെട്ട ലോജിക് ഗേറ്റ്സ്, ഇതൊക്കെ സിലബസിലുണ്ട്. പക്ഷെ പുതിയ NCERT ടെക്സ്റ്റ് ബുക്കിൽ ഇതൊന്നുമില്ല. യെസ്, അപ്പൊ ടെക്സ്റ്റ് ബുക്കിലുള്ളത് മാത്രം മതി എന്ന് വിചാരിക്കുന്നത് തെറ്റാണ്. തെറ്റാണ്. കെമിസ്ട്രിയിൽ അങ്ങനെ ഒരു സംഗതി ഉണ്ട്. നമ്മൾ സ്ട്രക്ചർ ഓഫ് ആറ്റം എന്നുള്ള ചാപ്റ്റർ എടുക്കുന്ന സമയത്ത് NCERT എടുക്കുകയാണെങ്കിൽ അതിൽ നമുക്ക് ആറ്റത്തിന്റെ പഴയ മോഡലുകളൊക്കെ നമ്മുടെ തോംസൺ മോഡൽ ഓഫ് ആറ്റം, റുദർഫോർഡ് മോഡൽ ഓഫ് ആറ്റം, ആൽഫാറെ എക്സ്പെരിമെന്റുകൾ ഇതൊക്കെ പറയുന്നുണ്ട്. പക്ഷെ നീറ്റിന്റെ സിലബസിൽ ആക്ച്വലി ആ ഭാഗം ഇല്ല. അത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ മുതൽ ഇങ്ങോട്ടാണ്. അപ്പൊ അങ്ങനെ ഒരു ചെറിയ മാറ്റം കെമിസ്ട്രിയിൽ വരുന്നുണ്ട്. എല്ലാ പക്ഷെ അവരത് അങ്ങനെ നോക്കുകയാണെങ്കിൽ അവര് കവർ ചെയ്യണം. അതെ, ഉറപ്പായിട്ടും ടെക്സ്റ്റ് ബുക്ക് വായിക്കുന്നതായിരിക്കും എപ്പോഴും നല്ല. കാരണം NCERT എന്താണുള്ളത് അത് പഠിക്കുകയും പ്ലസ് എക്സ്ട്രാ നീറ്റിന്റെ സിലബസിൽ എന്താണോ അതുകൂടി ആഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇവരെല്ലാരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, പുതിയ NCERT ആണോ പഴയ NCERT ആണോ റെഫർ ചെയ്യണമെന്ന് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നുണ്ട്. അപ്പൊ നമ്മള് പറയുന്നത് വാട്ട് ഈസ് ഗിവൺ ഇൻ ദ സിലബസ്, അതിലുള്ളത് അതേപോലെ ഫോളോ ചെയ്യുക. അത് NCERT ഉണ്ടെങ്കിൽ ഗുഡ്, ഇല്ലെങ്കിൽ പഴയ NCERT ഉണ്ടല്ലോ. അതെ 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 എനിക്കതിൽ തോന്നുന്ന പോയിന്റ് എന്താ പറയാ, അവര് പുതിയ NCERT തന്നെ ഫോളോ ചെയ്യുക. പക്ഷേ അതിലില്ലാത്ത സിലബസിലുള്ള ചില കാര്യങ്ങളുണ്ട്, അതിന് വേണ്ടിയിട്ട് പഴയത് പഴയ NCERT ഫോളോ ചെയ്യുക. കാരണം കഴിഞ്ഞ വർഷം ഫിസിക്സിൽ വലിയൊരു പ്രശ്നം ഉണ്ടായതാണ്. ചെറിയ അത് അവസാനം പുതിയ NCERT-നെയാണ് ഡിപെൻഡ് ചെയ്തിട്ടാണ്. അങ്ങനെയാണ് പലർക്കും 720-ല് ചെറിയ മാറ്റങ്ങളാണെങ്കിലും അവിടെ നിന്ന് ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പുതിയ NCERT ആയിരിക്കും അത് റെഫർ ചെയ്യുന്നത്. അതേപോലെ പുതിയ NCERT ഇതേപോലെ നമ്മളുടെ ഈ റെസ്പിറേഷൻ ചാപ്റ്ററിൽ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിൽ ഇവർക്കൊരു ഡയഗ്രം ഉണ്ട്. അപ്പൊ അതിൽ ഇങ്ങനെ ഒരു എന്താ ATP സിന്തേസ് എൻസൈമിന്റെ ഇത് കൊടുത്തിട്ട് അതിൽ H+ അയൻസ് എത്ര എണ്ണം പാസ് ചെയ്യുമ്പോൾ ATP ഉണ്ടാവുന്നു, 1 മോളിക്യൂൾ ATP ഉണ്ടാവുന്നു എന്നുള്ളത് ഒരു കൺഫ്യൂഷൻ ഉണ്ട്. ഡയഗ്രത്തിൽ കൊടുത്തിരിക്കുന്നത് ഒരു ഇമേജും ടെക്സ്റ്റിൽ അവർ എഴുതിയിരിക്കുന്നത് 4 H+ അയൻസ് പാസ് ത്രൂ എന്നും ആണ്. അപ്പൊ അത് രണ്ടാണ്. കോൺസെപ്റ്റ് അവർ മീൻ ചെയ്യുന്ന എന്താണെന്ന് നമുക്ക് മനസ്സിലായിട്ടില്ല. അത് അവരുടെ ഭാഗത്തുനിന്നുള്ള ഒരു മിസ്റ്റേക്ക് ആണ്. ബിക്കോസ് ഡയഗ്രത്തിൽ ഒന്നും ടെക്സ്റ്റിൽ ഒന്നുമാണ് കൊടുത്തിരിക്കുന്നത്. സോ അത് ന്യൂ NCERT-ലാണ് അങ്ങനെ വന്നിരിക്കുന്നത്. ഇങ്ങനെ ഒരു സെയിം മിസ്റ്റേക്ക് വന്നിട്ടുള്ളത് ക്ലാസ് 11ന്റെ എക്സ്ക്രീറ്ററി പ്രോഡക്ട്സ് ആൻഡ് എലിമിനേഷൻ ആണ്. കാരണം അതിൽ നമുക്ക് ട്യൂബുലാർ സെക്രീഷൻ ആൻഡ് റീഅബ്സോർപ്ഷൻ എന്ന് പറഞ്ഞാൽ സ്ഥിരമായി ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഏരിയയിൽ ഡയഗ്രത്തിൽ കൊടുത്തിരിക്കുന്ന അയോൺസും നേരെ നിങ്ങൾ ആ റീഡ് ചെയ്യുന്ന പാരഗ്രാഫിൽ കൊടുത്തിരിക്കുന്നതും ചെറിയ ഡിഫറൻസ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ ഡയഗ്രത്തിൽ കംപ്ലീറ്റ് ആയി എല്ലാ അയോൺസും കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ PCT-യിൽ നിന്ന് പൊട്ടാസ്യം അയോൺസിനെ അബ്സോർബ് ചെയ്യുന്നുണ്ട്, അവിടെ സെക്രീറ്റും ചെയ്യുന്നുണ്ട്. പക്ഷെ സെക്രീറ്റ് ചെയ്യുന്നത് ഡയഗ്രത്തിലില്ല, എന്നാൽ അത് നമുക്കവിടെ പാരഗ്രാഫായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള മൈനർ കാര്യങ്ങൾ നിങ്ങൾ ആ ഡയഗ്രംസ് മാത്രം റിലേ ചെയ്യുമ്പോൾ അതിൽ കൊടുത്തിരിക്കുന്ന ആ പാരഗ്രാഫ് ഒന്ന് വായിച്ച് അതിലേക്കുള്ള അഡീഷൻസ് നിങ്ങൾ ആഡ് ചെയ്യാൻ ഒരിക്കലും വിട്ടുപോകരുത്. കാരണം അത് ചിലപ്പോൾ അവിടെ വന്നില്ല എങ്കിലും ഓഫ് കോഴ്സ് ഒരു സെന്റൻസ് ആയി വന്നു കഴിഞ്ഞാൽ NCERT-ക്ക് തന്നെ എക്സ്പ്ലനേഷൻ ഉണ്ട്, അപ്പുറത്ത് കൊടുത്തിട്ടുണ്ട് എന്ന് അവർക്ക് പറയാൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ള മിസ്റ്റേക്സ് വരുത്താതിരിക്കുക. അതുപോലെ തന്നെ ഈ വാട്ട് ഈസ് ലിവിങ് എന്ന് പറയുന്ന ഏരിയ ഒക്കെ നിങ്ങൾക്ക് ന്യൂ NCERT-യിൽ കാണാൻ പറ്റുന്നില്ല. അപ്പൊ കുട്ടികൾ എപ്പോഴും ചോദിക്കുക അത് പഠിക്കണോ, അത് പഠിക്കണം. പിന്നെ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് ചാപ്റ്ററിൽ കഴിഞ്ഞ കൊല്ലം വരെയും നമുക്ക് NCERT-യിൽ പോപ്പുലേഷൻ സെൻസസ് ഗ്രോത്ത് ഓഫ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ടായിരുന്നതിൽ <2% എന്ന് കൊടുത്തെടുത്ത് ഇപ്രാവശ്യം കുറച്ചുകൂടെ അക്യുറേറ്റ് ആയി ഒരു വാല്യൂ കൊടുത്തു, 1.7% എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു ശരിക്കും വേണം 2%-ന് ലെസ് ആണ് 1.7%. പക്ഷെ എങ്കിലും കുട്ടികൾ ഇങ്ങനെ കൺഫ്യൂസ്ഡ് ആയി പോയി ചെറിയൊരു ഡിഫറൻസിലൊക്കെ. അപ്പൊ നിങ്ങൾ എന്ത് ഫോളോ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഓഫ് കോഴ്സ് ന്യൂ NCERT തന്നെ ഫോളോ ചെയ്യും. NCERT-ൽ 1.7 ആണ്, 1.7 പഴയതിൽ 2 എന്നാണ് കൊടുത്തിരിക്കുന്നത്. അത് തന്നെയാണ് 1.7 വരിക. കുറച്ചുകൂടെ ഒന്ന് അതെ, പ്രിസൈസ് ആയത്. അതെ. അതേപോലെ മാം പോപ്പുലേഷന്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ഓർത്തതാണ് ഓർഗാനിസം ആൻഡ് പോപ്പുലേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മൾ ഇക്കോളജി അങ്ങനെ വലിയ ശ്രദ്ധ ഒന്നും കൊടുക്കാത്ത, ഒരുപാട് അങ്ങനെ ഇത് ചെയ്യാത്ത ചാപ്റ്റർ ആയിരുന്നു. പക്ഷെ ഈ കഴിഞ്ഞ വർഷങ്ങളിലെ ഒരു ട്രെൻഡ് നോക്കുകയാണെങ്കിൽ ഈ ചാപ്റ്റേഴ്സിൽ നോക്ക് ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. ഇക്കോളജി പാർട്ടിൽ നിന്ന് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഇതും ആൻഡ് ഡിഫറെന്റ് പാറ്റേൺസ് ഓഫ് സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരുപാട് ശരിയാണ്. കാരണം ഈ എക്കോളജി ചാപ്റ്റേഴ്സ് നിങ്ങൾ ഇനിയുള്ള ഫെർദർ സ്റ്റഡീസ് നിങ്ങൾ UPSC പോലത്തെ എക്സാംസ് ഒക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത് ഏരിയ ആണ്. ബയോഡൈവേഴ്സിറ്റി, കൺസർവേഷൻ, റെഡ് ഡേറ്റ ബുക്ക്, അതൊക്കെ എപ്പോഴും ക്വസ്റ്റ്യൻ ആ ഏരിയയിൽ നിന്ന് ബയോളജി വലിയൊരു ബന്ധമില്ലാത്തതുകൊണ്ട്
അതെ. ബയോളജിക്കാരുടെ ഞാന് അല്ല അതായത് ഇവര് വിചാരിക്കും ഇപ്പൊ ബോട്ടണിയിൽ എസ്പെഷ്യലി നമ്മൾ പ്ലാൻ റിലേറ്റഡ് കാര്യങ്ങൾ എന്തിനാ പഠിക്കുന്നത്, ഞങ്ങൾ പഠിക്കാൻ പോകുന്ന MBBS അല്ലേ, അപ്പൊ അതില് ഹ്യൂമൻ ബോഡി റിലേറ്റഡ് അല്ലേ പഠിക്കുന്നത്. പക്ഷെ അങ്ങനെ അല്ല. ഇപ്പൊ ഫിസിക്സിലെ ഓപ്റ്റിക്സ് ആണെങ്കിലും ബയോ കെമിസ്ട്രി ആവട്ടെ, അല്ലെങ്കിൽ ബോട്ടണിയിലെ തന്നെ ഇക്കോളജി റിലേറ്റഡ് ഒരുപാട് പേപ്പേഴ്സ് ഇവർക്ക് ഇവരുടെ ഫസ്റ്റ് ഓരോ സെമസ്റ്ററുകളിലും പഠിക്കാനുണ്ട്. ഫിസിക്സ് എന്തായാലും അവർക്ക് ആവശ്യമാണ്. ആവശ്യമാണ്. കംപ്ലീറ്റ് ടെക്നോളജി ടെക്നോളജി ആണ്. യെസ് സോ എവറിഥിങ് ഇസ് നീഡഡ്. അപ്പോ പ്ലീസ് ഡോണ്ട് തിങ്ക് ലൈക്ക് ഇതിപ്പോ പഠിച്ചിട്ട് എന്തിനാ, എനിക്ക് ഭാവിയിൽ ഉപയോഗമുള്ളൂ. അങ്ങനെയല്ല. ഫസ്റ്റ് കടമ്പയാണ് എന്ത്, നീറ്റ്. അപ്പം നീറ്റിന് നിങ്ങൾ വൃത്തിയായി പഠിച്ചിട്ട് പോവുക. അതില് ഫിസിക്സിൽ ഒരു പോയിന്റ് കൂടെ പറയട്ടെ. NCERT ഞാൻ പറഞ്ഞു നിങ്ങളോട് ഓൾറെഡി. NCERT-യിലുള്ളത് കംപ്ലീറ്റ് നമ്മൾ കവർ ചെയ്യണം. പുതിയ NCERT കവർ ചെയ്യാൻ കമ്പാരിറ്റീവ്ലി ഈസിയർ ആണ്. കാരണം പല കാര്യങ്ങളും പോയിട്ടുണ്ട്. പോയത് അതിന്റെ ഇൻസൈഡിൽ നിന്നൊക്കെ പലതും എടുത്ത് ഒഴിവാക്കിയിട്ടുണ്ട്, ഇൻസൈഡിൽ നിന്നൊക്കെ. അപ്പൊ അതുകൊണ്ട് ഇറ്റ്സ് ഈസി. അപ്പൊ അതിൽ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഓൾ സോൾഡ് എക്സാമ്പിൾ എക്സസൈസ് ക്വസ്റ്റ്യൻ. അഡീഷണൽ എക്സസൈസ് ഇപ്പൊ ഇല്ല. ഓൾറെഡി ഫിസിക്സിൽ വലിയൊരു ഭാഗം അഡീഷണൽ എക്സസൈസ് എന്ന് പറഞ്ഞാൽ ആ പാർട്ടേ ഇപ്പൊ ഇല്ല. അപ്പൊ ഉള്ളത് കവർ ചെയ്യാൻ എളുപ്പമാണ്. അതെന്തായാലും കവർ ചെയ്യണം. പിന്നെ ഫിസിക്സിൽ മാത്രം NCERT-യിൽ കാണുന്ന ഒരു പ്രത്യേകതയാണ് പോയിന്റ്സ് ടു പോണ്ടർ. അത് സോളജിക്കും ബോട്ടണിക്കും കെമിസ്ട്രിക്കും ഒന്നും അവകാശപ്പെടാനില്ല. ഈ പോയിന്റ്സ് ടു പോണ്ടർ എന്നാണ് പലപ്പോഴും എന്ത് ചോദിക്കുന്നത്, സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ്. സ്റ്റേറ്റ്മെന്റ് 1, സ്റ്റേറ്റ്മെന്റ് 2, അല്ലെങ്കിൽ അസേർഷൻ റീസൺ. ഇതൊക്കെ മക്കളോട് ഒരുപാട് തവണ പറഞ്ഞതാണ്. എങ്കിലും ഒരിക്കൽ കൂടി ഈ ഒരു അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് കേട്ടോ. കെമിസ്ട്രിയിലും അതുപോലെ തന്നെ എപ്പം പറഞ്ഞ പോലെ തന്നെ നമ്മൾ NCERT റീഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ പലപ്പോഴും അതിന്റെ തിയറി മാത്രം വായിക്കുകയും അതിലെ ചോദ്യങ്ങളെ നമ്മൾ നെഗ്ലക്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരു ട്രെൻഡ് പലപ്പോഴും കാണാറുണ്ട്. അതൊരിക്കലും ചെയ്യാൻ വേണ്ടി പാടില്ല. നമ്മൾ എക്സസൈസ് ക്വസ്റ്റ്യൻസ് അടക്കം എന്തിനും സോൾഡ് എക്സാമ്പിൾ അടക്കം നിങ്ങൾ എന്ത് ചെയ്യണം, NCERT വായിക്കുക എന്ന് പറഞ്ഞാൽ ഇതെല്ലാം മൊത്തത്തിൽ വായിക്കുക എന്നുള്ള തന്നെയാണ് അതിൻ്റെ അർത്ഥം. അതിനൊപ്പം വേറൊരു കാര്യം കൂടി, നമ്മളിപ്പോൾ ഇൻഓർഗാനിക്കിൽ നിന്ന് കഴിഞ്ഞ കൊല്ലം ഒരുപാട് ചാപ്റ്ററുകൾ ഡിലീറ്റ് ചെയ്ത് പോയി ഇല്ലേ. അപ്പോൾ നമ്മളൊക്കെ വിചാരിച്ചത് ഇൻഓർഗാനിക്കിൽ നിന്നുള്ള വെയിറ്റേജ് കുറഞ്ഞു പോകും. കാരണം വളരെ ഒരു 4-5 ചാപ്റ്ററുകളാണ് ഇൻഓർഗാനിക്കിൽ ഇനി ബാക്കിയുള്ളത്. ബാക്കിയൊക്കെ ഡിലീറ്റ് ചെയ്ത് പോയല്ലോ. പക്ഷെ അതിൽ നിന്ന് നന്നായി ചോദിച്ചാ അത് നന്നായി ചോദിച്ചു എന്നുള്ളത് മാത്രമല്ല, ഏകദേശം 30% ക്വസ്റ്റ്യൻസ് വന്നത് ഇൻഓർഗാനിക്കിൽ നിന്നാണ്. അത് ഓർഗാനിക്കിൽ നിന്ന് 32% ക്വസ്റ്റ്യൻസും ഇൻഓർഗാനിക്കിൽ നിന്ന് ഈ 5 ചാപ്റ്ററുകളിൽ നിന്നും കൂടി 30% ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ വർഷം ഇൻഓർഗാനിക്. ഇത് പറഞ്ഞപ്പോൾ എനിക്കൊരു പോയിന്റ് ഓർമ്മ വന്നത്, അതേപോലെ ഈ വെയിറ്റേജ് 11th ആണോ 12th ആണോ കൂടുതൽ പഠിക്കേണ്ടത് എന്നുള്ള ഒരു ഇത് കഴിഞ്ഞ പ്രാവശ്യം ഐ തിങ്ക് 42% ക്വസ്റ്റ്യൻസ് ക്രെയിം ഫ്രം ക്ലാസ് 12th സിലബസ്. ബാക്കി വന്നത് ഫുള്ള് 11th സിലബസിനെ ബേസ് ചെയ്തിട്ടായിരുന്നു. 58% ക്വസ്റ്റ്യൻസ് ആർ ഫ്രം 11th. യെസ്, അത് ബയോളജിയിലെ ബയോളജിന്റെ ബോട്ടണിയിൽ അങ്ങനെയായിരുന്നു. 48% നമുക്ക് ക്ലാസ് 12th നിന്നും 52% ക്ലാസ് 11th നിന്നാണ്. പക്ഷെ അതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു നമ്മൾ 4 ചാപ്റ്റേഴ്സ് മാത്രം എടുത്താൽ അതിൽ നിന്ന് 80 മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് ആണ് കിട്ടിയത്. 4 ചാപ്റ്റേഴ്സ് നിങ്ങൾക്കറിയാം. ജെനറ്റിക്സിന്റെ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് 5 ക്വസ്റ്റ്യൻസ് ആണ് വന്നത്. മോളിക്കുലർ ബേസിസ് 6 ക്വസ്റ്റ്യൻ, ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ വന്ന ചാപ്റ്റർ ബയോടെക്നോളജി പാർട്ട് 1 and 2. ഇതെല്ലാം കൂടെ കവർ ചെയ്ത് കഴിഞ്ഞ ഒരു കുട്ടിക്ക് 80 മാർക്സ് അതിൽ നിന്ന് മാത്രം കിട്ടും. എന്നാൽ ബാക്കി 100 മാർക്സ് ഉള്ളതിൽ 80 മാർക്സും ഈ 4 ചാപ്റ്റേഴ്സ് കൊണ്ട് മാത്രം വന്നു. അത് നമുക്കറിയാം. നമ്മൾ പഠിപ്പിക്കുമ്പോഴും എപ്പോഴും പറയുന്നതാണ് ഹൈ വെയിറ്റേജ് ആണ് ഈ ചാപ്റ്റേഴ്സ് പഠിക്കണം. ഏറ്റവും സ്കിപ്പ് ചെയ്യാനായിട്ട് ചാൻസ് ഉള്ള പ്ലസ് 1-ൽ കുറച്ചൊന്നും അവർക്ക് ബോർ അടിക്കുന്ന ബയോമോളിക്യൂൾസ് 5 ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. കാരണം ബയോമോളിക്യൂൾസ് ഓഫ് കോഴ്സ് ബയോകെമിസ്ട്രി എന്ന് പറഞ്ഞ് നമ്മൾ പിന്നെ നമ്മുടെ ഗ്രാജുവേറ്റ് ഡിഗ്രിയിലേക്ക് പോകുമ്പോൾ നിങ്ങൾ പഠിക്കാനുള്ള ബയോകെമിസ്ട്രീന്റെ ബേസ് ആ ചാപ്റ്റർ ആണ്. അതുകൊണ്ട് ആ ചാപ്റ്ററിൽ നിന്ന് എൻസൈംസ് ഒക്കെ ഇമ്പോർട്ടന്റ് അല്ലേ, ക്വസ്റ്റ്യൻസ് വരുന്ന ഭാഗമാണ്. അവിടെ നമുക്ക് അറിയാം ആ ചാപ്റ്ററിൽ കുറച്ച് പാർട്ട് ഇപ്രാവശ്യത്തെ ന്യൂ NCERT-യിൽ ഇല്ല. എന്നാൽ പണ്ടത്തെ ഓൾഡ് NCERT ഫോളോ ചെയ്യുന്നവർക്ക് അറിയാം അതിൽ കുറച്ച് പാർട്ട് നമുക്ക് ഡിലീറ്റ് ചെയ്തിരുന്നു കഴിഞ്ഞ സിലബസിൽ തന്നെ. ലൈക്ക് ഡൈനാമിക്സ് ആൻഡ് ഓൾ ദാറ്റ് പാർട്ട് ഡിലീറ്റഡ് ആണ്. ഓവറോൾ മെറ്റബോളിക് റിയാക്ഷൻസ് ഒക്കെ ഡിലീറ്റഡ് ആണ്. ജസ്റ്റ് നിങ്ങൾ കാർബോഹൈഡ്രേറ്റ്, ദാറ്റ് ഇസ് പോളിസാക്കറൈഡ്സ്, പ്രോട്ടീൻസ്, ലിപ്പിഡ്സ് ആൻഡ് യു ഹാവ് ടു സ്റ്റഡി ന്യൂക്ലിക് ആസിഡ്. അത് കഴിഞ്ഞാൽ നേരെ എൻസൈമിലോട്ടാണ് ജമ്പ് ചെയ്യുന്നത്. ഇൻ ബിറ്റ്വീൻ ഉള്ള ആ ഡൈനാമിക്സും മെറ്റബോളിസും ഒക്കെ ഡിലീറ്റഡ് ആണ്. എനിക്ക് തോന്നുന്നു FMA ഈ ഒരു ട്രെൻഡ് അല്ല നമുക്കുള്ളത് അല്ലേ. തീർച്ചയായിട്ടും. കാരണം കെമിസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം +2 ടോപ്പിക്സിൽ നിന്നാണ് ഏകദേശം 60% ക്വസ്റ്റ്യൻസ് വരുന്നത് +2 ടോപ്പിക്സ് നിന്നാണ്. 40% മാത്രമേ +1 ടോപ്പിക്സ് വരാറുള്ളൂ. ഫിസിക്സ് ഏകദേശം അതുപോലെ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും. അതെ. അതില് ഫിസിക്സിൽ വളരെ ക്ലിയർ ആണ്. കഴിഞ്ഞ 2020 മുതൽ ഉള്ള എക്സാംസുകൾ നോക്കുകയാണെങ്കിൽ 60% ക്വസ്റ്റ്യൻസും +2 ടോപ്പിക് എന്നാണ്. അതായത് നമുക്ക് പറയാം 30 ക്വസ്റ്റ്യൻസ് +2 ടോപ്പിക് എന്നാണ്, 20 ക്വസ്റ്റ്യൻസ് +1 ടോപ്പിക് എന്നാണ്. അതിൽ തന്നെ ഏറ്റവും വെയിറ്റേജ് കൂടിയ, കാരണം 4 ടെക്സ്റ്റ് ബുക്ക് ഉണ്ട് ഫിസിക്സിന്. ആ +1 പാർട്ട് 1 പാർട്ട് 2, +2 പാർട്ട് 1 പാർട്ട് 2. ഏറ്റവും വെയിറ്റേജ് കൂടിയ ബുക്ക് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ +2 പാർട്ട് 1 ആണ്. 18 ക്വസ്റ്റ്യൻസ്
ഓൺ ആവറേജ് 18 ക്വസ്റ്റ്യൻസ് അതിൽ നിന്ന് മാത്രം എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ അത് ഈ +2 ഓൺ ഗോയിങ് ആയിട്ട് എഴുതുന്ന കുട്ടികൾക്ക് ഭയങ്കര അഡ്വാൻറ്റേജ് ആണല്ലേ സർ? കാരണം അവരത്ര നല്ല രീതിയിൽ ബോഡി കറക്റ്റ്. ബയോളജി ഇതില് വേരിയേഷൻസ് ഒക്കെ വന്നേക്കാം, വന്നേക്കാം. പക്ഷെ ഇതും കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് ഇതേ ഇങ്ങനെയാണ് പാറ്റേൺ ഫോളോ വരുന്നത്. ചെയ്യുന്നത്. ഏറ്റവും കുറവ് മാർക്കിന് ചോദിക്കാറുള്ളത് +1 പാർട്ട് 2 ആണ്. ഓക്കെ. അത് പലപ്പോഴും കുട്ടികൾക്ക് ഭയങ്കര ആശ്വാസം. നമ്മൾ അത് ഞാൻ over the ആദ്യം years- കുറച്ചൊരു അതെ, ഓവർ ദി ഇയേഴ്സിലെ ട്രെൻഡ് അനാലിസിസ് നോക്കുകയാണെങ്കിൽ +2 ടോപ്പിക്സ് തന്നെയാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. പക്ഷെ കഴിഞ്ഞ ഈ ഒരു ഓ. എക്സാമിൽ മാത്രമാണ് അങ്ങനെ variation വന്നല്ലേ? കൂടെ ഒരു ഇമ്പോർട്ടൻസ് ഉള്ളതായിട്ട് തോന്നിയത്, കുറച്ച് കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നത്. ആ പെർസെന്റേജിൽ ചിലപ്പോൾ വ്യത്യാസം ഉണ്ടാവും ഞാൻ പറഞ്ഞത്, പക്ഷെ സുവോളജിയിലൊക്കെ നമുക്ക് ചാപ്റ്റേഴ്സിന്റെ എണ്ണം കുറവാണ്. കുറവാണ്. പക്ഷെ ചാപ്റ്റേഴ്സ് പഠിക്കുന്ന ചാപ്റ്റേഴ്സിനൊക്കെ നല്ല ഭയങ്കര വെയിറ്റേജ് ഉള്ള ചാപ്റ്റേഴ്സ് ആണ്. പക്ഷെ നിങ്ങൾ പഠിക്കുന്ന ഹ്യൂമൻ ഫിസിയോളജി എല്ലാ ചാപ്റ്റേഴ്സും പോകുന്നത് +1 നമ്മൾ ഹ്യൂമൻ ഫിസിയോളജി ഓഫ് കോഴ്സ് ഒരു MBBS ഗ്രാജുവേറ്റ് ആവുന്ന കുട്ടിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹ്യൂമൻ ഫിസിയോളജി എല്ലാം വരുന്ന +1 ആണ്. സോ ഈക്വലി നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് +1 +2 ബയോ സുവോളജിയിലൊക്കെ നല്ല രീതിയിൽ ചെക്ക് ചെയ്യേണ്ടതാണ്. യെസ്. Okay. അപ്പോ ഐ തിങ്ക് യു ഓൾ ഗോട്ട് എൻ ഐഡിയ. ഇപ്പൊ എല്ലാവർക്കും കുറച്ചൊരു സമാധാനം എന്ന് വിചാരിക്കുന്നു. പിന്നെ ഇനി കൂടുതൽ അപ്ഡേറ്റ്സ് അബൌട്ട് ദി എക്സാം, ഏജ് ലിമിറ്റ്, നമ്പർ ഓഫ് അറ്റംപ്റ്റ്സ്, അല്ലെങ്കിൽ പെൻ ആൻഡ് പേപ്പർ ആയിരിക്കുമോ, ഓൺലൈൻ ആയിരിക്കും, ഇതൊന്നും നമുക്കിപ്പോൾ ക്ലാരിറ്റി ഇല്ലാത്ത കാര്യങ്ങളാണ്. അതിന്റെ അപ്ഡേറ്റ്സ് വരുമ്പോൾ ഞങ്ങൾ അത് കൃത്യമായി നിങ്ങളെ അറിയിക്കും. സോ നിങ്ങൾ ആരും ഇപ്പൊ പാനിക് ആവാതെ നമ്മളുടെ എക്സ്പേർട്സിന്റെ അഡ്വൈസ് ഒക്കെ എടുത്ത് നല്ല കോൺഫിഡന്റ് ആയിട്ട് പഠിച്ച് മുമ്പോട്ട് ഏത് പോകുക. മോഡിലാണെങ്കിലും മാം Yes. അവര് ചെയ്യേണ്ട എന്താ, നന്നായി പഠിക്കുക. പഠിക്കുക. അതെ അതെ, ഏത് മോഡൽ എഴുതിയാലും നിങ്ങൾ നന്നായിട്ട് പഠിക്കണം, മാർക്ക് മേടിക്കണം. ദാറ്റ്സ് വാട്ട് ഈസ് യുവർ തിങ്. അത് നന്നായിട്ട് ചെയ്യുക. നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യുന്ന നിങ്ങളുടെ ജെന്വിൻ ആയിട്ടുള്ള ഹാർഡ് വർക്ക് ഒരിക്കലും വേസ്റ്റ് ആവില്ല. സോ യു ക്യാൻ ട്രസ്റ്റ് യുവർ സെൽഫ് ഓൺ ദാറ്റ്. അപ്പോ Yes. വി വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ്. All the best. All the best.